മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയാൻ പോവുകയാണ്. വനം വകുപ്പ് കേസിൽ ബത്തേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസമാണ് വാദം പൂർത്തിയാക്കിയത്. മുഖ്യപ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കാൻ പോകുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് ഷാജഹാനാണ്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന്റെ കേസിൽ ഇവർക്ക് ജാമ്യം കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ വനം വകുപ്പിന്റെ കേസ് പരിഗണിക്കാൻ പോകുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ കേസിനകത്ത് ക്രൈംബ്രാഞ്ച് നടന്ന അന്വേഷണം ഏറെക്കുറെ മരവിച്ച അവസ്ഥയിലാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട പല രേഖകളും കിട്ടിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിൽ നിന്നുള്ള രേഖകളടക്കം കിട്ടിയിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. മാത്രമല്ല, ഇതേ ക്രൈംബ്രാഞ്ച് സംഘത്തെയാണ് എറണാകുളത്ത് മറ്റൊരു കേസിനകത്ത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, മോൺസൺ കേസിനകത്ത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് അന്വേഷണം മരവിച്ചിരിക്കുകയാണ്. വനംവകുപ്പാകട്ടെ ഈ കേസിനകത്ത് ഇതിനകം തന്നെ നടപടി സ്വീകരിച്ചുള്ള ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാനൊരു ശ്രമം നടത്തി. അതിനിടയിലാണ് വനംവകുപ്പ് സമർപ്പിച്ച കേസിനകത്ത് കുറ്റപത്രം ഇപ്പോഴും സമർപ്പിക്കാനായിട്ടില്ല. കാരണം ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസുള്ളതിനാൽ കുറ്റപത്രം സമർപ്പിക്കാനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ചില നിയമപരിധികൾ ഉള്ളതിനാൽ ഒരുപക്ഷെ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് ജാമ്യം കിട്ടിയേക്കാം എന്നുള്ള വിലയിരുത്തലുണ്ട്. ഏതായാലും ഇന്ന് കേസിൽ കൂടി ജാമ്യം കിട്ടുന്നതോടുകൂടി അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് പുറത്തിറങ്ങാം. ഈ കേസിനകത്ത് തുടക്കം മുതൽ മടിച്ച് രേഖപ്പെടുത്തിയ ഒരു അറസ്റ്റാണ്. മാത്രവുമല്ല, പിന്നീട് മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന ശേഷം മാത്രമാണ് ഭരണതലത്തിൽ ഇത് വിവാദമാവുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ ഈ വനം വകുപ്പിൻ്റെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരുപക്ഷെ ജാമ്യത്തിനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നത്.